ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ കാളൻ കറിയാണ്. അപ്പോൾ ആ കാളൻ കറിക്ക് വേണ്ടിയത് നമുക്ക് മെയിനായിട്ട് അതിന് വേണ്ടിയ സാധനം കായയാണ്. നല്ല ഏത്തക്കായ, മൂത്ത ഏത്തക്കായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ആ ഏത്തക്കായ നല്ലപോലെ അരിഞ്ഞ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇത് 2 ഏത്തക്കായ അരിഞ്ഞതാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ മുളക് പൊടി. 2 സ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിൻ്റെ കണക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അത്ര ഇടുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത് ഒരു 2 പച്ചമുളക്, നല്ല പച്ചമുളക് 2 എണ്ണം നുറുക്കിയിടും. അത് നല്ലൊരു ഫ്ലേവർ തരും, നമ്മുടെ കായക്കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ആവശ്യമായ വെള്ളം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അതിനുശേഷം ഇത് നല്ലപോലെ നമുക്കൊന്ന് വേവിക്കണം. അപ്പം ഞാൻ സ്റ്റവ് ഓൺ ചെയ്യാണ്. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് ഈ കായ ശരിക്ക് തിളച്ച് വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി സാധനങ്ങളെന്ന് പറയുന്നത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ നല്ലൊരു കഷ്ണം ഇഞ്ചി. നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. നമ്മൾ ഉണ്ടാക്കിയ ഒരു മിക്സ്, അതായത് നമുക്കൊരു അരപ്പ് വേണമല്ലോ, ആ അരപ്പ് ശരിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ കായ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഇത് കടുവറക്കാനുള്ള ഒരു ചീഞ്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിവിടെ നമുക്ക് തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഇപ്പോഴും ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിടാം. ഓക്കെ, ഇപ്പോൾ എണ്ണ ശരിക്കും ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിടാം. അതുപോലെ തന്നെ 1 സ്പൂൺ ഉലുവ ഇടണം. കാരണം നമ്മുടെ കാളൻ കറിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഉലുവയാണ്. അപ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ ഉലുവ ഇടാം. നമ്മുടെ കടുകും ഉലുവയും നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ ഒരു കുഞ്ഞുള്ളി, പിന്നെ ഒരു 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, നമുക്ക് ഇത്രയും ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അതിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ഭംഗിയും കിട്ടും നമ്മുടെ കറിക്ക്. ഞാൻ 2 വറ്റൽമുളക് കൂടി ഇടുകയാണ്. ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിൽ ഇല്ലെന്നാ, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കിട്ടി. അപ്പോൾ 2 വറ്റൽമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ വഴണ്ടുകൊണ്ടിരിക്കുന്ന ഉള്ളി അത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നത്? എന്നാൽ ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ കറിക്ക്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു ടിപ്പാണ്, നമ്മൾ കടു വറുത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. അപ്പോൾ അത് കറിക്കൊരു നല്ലൊരു ഫ്ലേവറും തരും, ഒരു ഭംഗിയും തരും. ഇനി നമ്മൾ ഈ വഴണ്ട് വന്നിരിക്കുന്ന ഈ മിക്സിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ആഡ് ചെയ്ത് ശരിക്കൊന്ന് വേവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊരു നല്ലൊരു മഞ്ഞ കളറായിട്ടുണ്ട്, ഗോൾഡൻ മഞ്ഞ കളറ്. ഇതിന് ശരിക്കും ഒരു 2 മിനിറ്റോളം നമുക്ക് അടുപ്പത്തിരുന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം.
ഇപ്പോൾ നമ്മുടെ ആ അരപ്പ് നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല പോലെ വെന്തിട്ടുണ്ട്. ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ക്യാമറയിൽ ചിലപ്പോൾ കളർ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ ഇത് നല്ലപോലെ വെന്ത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇത് നമുക്കിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ കായ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ കായയും ഈ തേങ്ങയും കൂടി നല്ല പോലെ ഒന്ന് മിക്സായി നല്ല പോലെ ഒന്നുകൂടി ഒന്ന് വേവിടണം. അതിനൊരു നമുക്കൊരു 2 മിനിറ്റ് നല്ല പോലെ ഒരു തിള വരുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കായും ആ മിക്സും കൂടി നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള തൈര് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അത് ഒരുപാട് നേരം അടിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മൾ ആ തൈര് കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കായയും ശരിക്കും തിളച്ച് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ തൈര് ആ കായയിലോട്ടിട്ട് മിക്സാക്കാം. നമ്മൾ തീ വേണമെങ്കിൽ ഒന്ന് മീഡിയം, ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ശരിക്കും ഒന്ന് തിളക്കാൻ വേണ്ടി ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട്. പക്ഷേ തൈര് ഒഴിക്കുന്ന സമയത്ത് നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ കാളൻ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതായത് നമ്മൾ മോര് കാച്ചുമ്പോൾ നമ്മളത് തിളപ്പിക്കില്ല, നമ്മൾ പതുക്കെ ഒന്ന് ചൂടാകുമ്പോൾ വാങ്ങും. പക്ഷേ കാളൻ കറിയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ആ കറി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. അത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ വാങ്ങുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഒന്ന് തിളക്കാനാണ് വെയിറ്റ് ചെയ്ത്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ മോര് ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു പേടിയുണ്ട് മോര് തിളക്കുമ്പോൾ അത് പിരിഞ്ഞു പോകുമെന്ന്. പക്ഷേ എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തേങ്ങ ഇട്ട് വേവിക്കുന്നത് കണ്ടോ, ഒട്ടും പിരിഞ്ഞിട്ടില്ല. പക്ഷെ നല്ല പോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാനിത് ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് മുളകെല്ലാം കറക്റ്റ് പാകമാണ്. ഈ കറക്റ്റ് അളവിൽ എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാളൻ കറി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി ഒരു ചെറിയൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഇതെല്ലാം വേവിച്ച് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കടു വറുക്കുന്ന സമയത്ത് കുറച്ച് നമ്മുടെ ഉള്ളി ഒക്കെ വഴറ്റിയത് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളി കാളൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പെല്ലാം കറക്റ്റാണ്, ഉപ്പ് മുളകെല്ലാം കറക്റ്റാണ്. അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കാളൻ കറി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാളൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ സൂപ്പറായിട്ട് കാളൻ കറി നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.